ഹായ് ഗൈസ്, ജെഫോട്ടെക്കിന്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവരും സ്വാഗതം. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്നുള്ളത് നമ്മൾ പറഞ്ഞ് നീട്ടിക്കൊണ്ട് പോകുന്നില്ല, പെട്ടെന്ന് തന്നെ ചെയ്ത് തീർക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും യൂട്യൂബ് സ്റ്റുഡിയോൻ്റെ അകത്ത് ഡെസ്ക്ടോപ്പ് സൈഡിൽ ഓപ്പൺ ചെയ്യാൻ പറ്റാത്തൊരു പ്രശ്നമുണ്ട്. ഒരുപാട് പേര് നമ്മളെ കോൺടാക്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, എങ്ങനെയാണ് ചേട്ടാ ഇത് ഓപ്പൺ ചെയ്യുന്നത്. ഒരുപാട് രീതിയിൽ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്, ഒരുപാട് യൂട്യൂബേഴ്സ് ചെയ്യുന്നുണ്ട്, പക്ഷേ ഞങ്ങൾക്ക് കയറി ചെയ്യാൻ പറ്റുന്നില്ല. നമുക്ക് കൂടുതൽ ആൾക്കാർക്ക് ഈ ഒരു പ്രശ്നം വരുന്നത് ലൈവ് ചെയ്യുന്ന ആൾക്കാർക്കാണ്. ലൈവ് ചെയ്യുമ്പോൾ നമ്മൾ ബ്ലൂ കൊടുക്കും, പിന്നെ അതേപോലെ തന്നെ ഹൈഡ് ചെയ്ത ആൾക്കാരെ അൺഹൈഡ് ചെയ്യാനും ബ്ലൂ കൊടുത്ത ആൾക്കാരെ ഒഴിവാക്കാനും അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെയാണ് കൂടുതലായിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് ഡെസ്ക്ടോപ്പ് സൈറ്റിൽ നമുക്ക് എങ്ങനെ പെട്ടെന്ന് തന്നെ കയറാം. 2026 അതിൻ്റെ സെറ്റിങ്സ് കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു. 2026 നമുക്ക് ഡെസ്ക്ടോപ്പ് സൈറ്റിൽ സാധാരണ പണ്ട് കയറുന്നവരെ കയറാൻ പറ്റുന്നില്ല. അപ്പോൾ എങ്ങനെയാണ് കറക്റ്റായിട്ട് പെട്ടെന്ന് തന്നെ കയറാൻ പറ്റുന്നത്, അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ കാണിക്കാൻ പോകുന്നത്. സ്ക്രീൻ റെക്കോർഡ് സഹിതം ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഏത് സാധാരണക്കാരനും പെട്ടെന്ന് തന്നെ കയറിയിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനുശേഷം ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, യൂട്യൂബ് സ്റ്റുഡിയോ ആപ്ലിക്കേഷൻ നമ്മൾ ഇതുപോലെ ഓപ്പൺ ആക്കുവാണ്. അപ്പോൾ നമുക്കറിയാം ഇത് എൻ്റെ മെയിൻ ചാനലാണ്, ജെഫോട്ടെക്കിൻ്റെ മെയിൻ ചാനൽ ആണ്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, നമുക്ക് ക്രോം ബ്രൗസർ ഓപ്പൺ ആക്കാം. ജസ്റ്റ് ഇതുപോലെ ക്രോം എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ നമ്മൾ ഓപ്പൺ ആക്കുവാണ് കേട്ടോ. ക്രോം ബ്രൗസർ ഓപ്പൺ ആക്കിയതിന് ശേഷം നമ്മളവിടെ യൂട്യൂബ് സ്റ്റുഡിയോ ലോഗിൻ, വൈറ്റ് സ്റ്റുഡിയോ ലോഗിൻ എന്ന് സെർച്ച് ചെയ്യണം. വൈറ്റ് സ്റ്റുഡിയോ ലോഗിൻ എന്ന് സെർച്ച് ചെയ്യുന്നു. അപ്പോൾ ആ സമയത്ത് ഇതുപോലെ ഒരു ഓപ്ഷനാണ് നമുക്കിവിടെ വരുന്നത്. ഓക്കെ, ഇതുപോലെ ഒരു ഓപ്ഷൻ ഇവിടെ വരും. ഇവിടെ നമുക്ക് രണ്ട് രീതി വരും. ഒന്ന് നമുക്കിവിടെ ഒരു പ്രോസസ്സിംഗ് വെയിറ്റ് എന്ന അടിയിലൊരു തെലുങ്ക് ഓപ്ഷൻ വരുന്നുണ്ട്, കണ്ടില്ലേ. ചില സമയങ്ങളിൽ നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വലത്തോട്ട് ആരോ മാർക്ക് അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരെ യൂട്യൂബ് സ്റ്റുഡിയോ ഡെസ്ക്ടോപ്പ് സൈറ്റിലോട്ട് ഓപ്പൺ ആക്കി കിട്ടുന്നുണ്ട്. ആദ്യം നമുക്ക് ലോഗിൻ ഓപ്ഷൻ ആയിരുന്നുണ്ട്, ഇപ്പം നേരെ ഓപ്പൺ ആയിട്ടുണ്ട് കണ്ടോ. ഇവിടെ ഇതേപോലെ ഡെസ്ക്ടോപ്പ് സൈറ്റിലേക്ക് ഓപ്പൺ ആക്കി കിട്ടിയിട്ടുണ്ട്. ഇവിടെ ക്ലോസ് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് നേരെ കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് കട്ടാക്കുന്നു. അപ്പോൾ അതിനുശേഷം ഒന്നും കൂടെ നമ്മൾ കയറി കാണിച്ചാൽ വേറൊരു മാർഗം കൂടെ ഉണ്ട്. ഈ ഒരു ഓപ്ഷൻ എല്ലാ സമയത്തും കിട്ടുന്നില്ല, അതുകൊണ്ടാണ് നമ്മൾ വേറൊരു ഓപ്ഷൻ കൂടെ കാണിക്കുന്നത്. ആദ്യത്തെ പോലെ തന്നെ നമ്മൾ വൈറ്റ് സ്റ്റുഡിയോ ലോഗിൻ എന്നുള്ള ഓപ്ഷൻ അടിക്കുന്നു. അടിയിലോട്ട് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഇവിടെ ഗൂഗിൾ ഹെൽപ്പ് എന്നൊരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട് അല്ലേ, ഗൂഗിൾ ഹെൽപ്പ്. ഈ ഗൂഗിൾ ഹെൽപ്പിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യും, ഡെസ്ക്ടോപ്പ് സൈഡിലോട്ട് അവിടെയും നമുക്ക് ഇത് നമുക്ക് പെർമനൻ്റ് ആയിട്ട് കിട്ടുന്ന ഒരു ഓപ്ഷനാണ്. ഇതേപോലെ തന്നെ നമുക്ക് ഡെസ്ക്ടോപ്പ് സൈഡിലോട്ട് ഓപ്പൺ ആയി കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു തെലുങ്ക് സംഭവങ്ങൾ അവിടെ ലോഗിൻ എന്നുള്ള ഓപ്ഷൻ്റെ സ്ഥാനത്ത് നമുക്ക് തെലുങ്ക് അങ്ങനെ സംഭവങ്ങൾ നമുക്ക് എപ്പോഴും കിട്ടുന്നതല്ല. ഈ ഒരു ഗൂഗിൾ ഓപ്ഷൻ നമുക്ക് എപ്പോഴും കിട്ടുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഡെസ്ക്ടോപ്പ് സൈഡിലോട്ട് ഓപ്പൺ ആയി കിട്ടും. അപ്പം നമുക്ക് ബാക്കി കാര്യങ്ങൾ അതായത് ലൈവിൻ്റെ ഹൈഡ് ഒഴിവാക്കാനോ സെറ്റിങ്സ് ചെയ്യാനോ എന്ത് കാര്യത്തിൽ നമുക്ക് പെട്ടെന്ന് തന്നെ കയറാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഒരുപാട് പേരുടെ സംശയമായിരുന്നു, നമ്മൾ അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. കൂടുതൽ ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ വാട്സാപ്പ് നമ്പർ കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്. നമ്മൾ യൂട്യൂബിൻ്റെ A to Z സർവീസ് നമ്മൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള ആൾക്കാർക്ക് എന്ത് സർവീസ് ആണോ വേണ്ടത് ആ സർവീസിന് വേണ്ടി നമ്മളെ സമീപിക്കാവുന്നതാണ്. ഇവിടുത്തെ വാട്സാപ്പ് നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ കാണാം. ബൈ.